എല്ലാവർക്കും ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓത്തൻറ്റിക് പഞ്ചാബി ഡിഷാണ് ആലു പറാട്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആലു പറാട്ട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് എണ്ണയും കൂടി തൂവി കൊടുത്ത് നമുക്കിത് ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആലു പറാട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം 2 വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിനുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതും നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഏകദേശം 1/2 സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും അതേ അളവിനുള്ള ആംചൂർ പൗഡറുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആംചൂർ പൗഡർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിന് പകരമായി ഒരു ചെറിയ പുളിപ്പ് രസം കിട്ടാനായി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ എരിവിൻ്റെയും ഉപ്പിൻ്റെയും അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല ഫൈനായിട്ട് കട്ട് ചെയ്ത് വെച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് വേണമെങ്കിൽ 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ നന്നായി വേവിച്ചുടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് സവാളയും മല്ലിയിലയും ബാക്കി പൊടികളും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് മാവിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായി ഒന്ന് എണ്ണയിൽ വഴറ്റി നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാവിനകത്ത് വെച്ച് പരത്തിയെടുക്കാം. ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതുകൊണ്ട് നമുക്ക് പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ വലിയൊരു ഉരുള മാവ് എടുക്കുക. എന്നിട്ടത് ഗോതമ്പ് പൊടിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അറ്റത്തൊക്കെ തിന്നായിട്ടും നടുക്ക് തിക്കായിട്ടും ഇരിക്കുന്ന രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പം നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് വലിയൊരു ഉരുള വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അറ്റത്ത് നിൽക്കുന്ന എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് വേണ്ട, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം തന്നെ കൈകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഫില്ലിംഗ് എല്ലാ വശത്തേക്കും കറക്റ്റായിട്ട് എത്തിക്കോളും. കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാധാരണത്തെ പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നടുക്ക് പ്രഷർ കൊടുത്ത് പരത്തിയെടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ വശങ്ങളൊക്കെ പൊട്ടിപ്പോവും.
സൈഡ്സിൽ പ്രഷർ കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ചെറിയൊരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ദാ ഇതുപോലെ. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കുക്കറിലിട്ട് ഒരുപാട് വിസിൽ കൊടുത്ത് ഉരുളക്കിഴങ്ങിലേക്ക് വെള്ളം കയറുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. അതുപോലെ തന്നെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായി മാഷ് ചെയ്തെടുക്കണം. അതായത് ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാത്ത രീതിയിൽ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ നന്നായി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ ദോശക്കല്ലിന് അത്യാവശ്യം ചൂട് വേണം. ഇതിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ഇട്ട് കൊടുത്തൊരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ ചെറിയ കുമിളകൾ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് ആലു പറാട്ട ആണല്ലോ. അപ്പോൾ ഇതിൽ നെയ്യിൻ്റെയും കൂടെ ഒരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം ഇതിൻ്റെ ചുറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതും വേണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലാണെങ്കിലും നിങ്ങൾക്ക് തൂവി കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് ഈ വശത്തും നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആലു പറാട്ട 2 സൈഡിലും നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. നമുക്കിത് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള പൊറാട്ടയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നല്ലൊരു ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. Thanks for watching Dee's Cooking.